ദൈവത്തിൽ നിന്ന് പിടിവിട്ട മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളുടെ മുൻപിൽ സാഷ്ടാംഗം ചെയ്ത് അധമത്വം വിലയ്ക്ക് വാങ്ങുന്നു. നിസ്സഹായരായ ദൈവത്തിന്റെ സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തുന്നത് എത്ര വിവരക്കേടാണ്. ശവകുടീര പൂജ എങ്ങും വ്യാപകമാണ്. വ്യാജ ശവകുടീര നിർമ്മിതി യുക്തിയുടെ സർവ്വ അളവുകോലുകളെയും നന്നായി കളിയാക്കുന്നു, പ്രമാണങ്ങളെ പുറംതള്ളുകയും ചെയ്യുന്നു. ശവകുടീര വ്യവസായം ഏത് സാമ്പത്തിക പ്രതിസന്ധിയെയും അതിജയിക്കുമെന്ന് പുരോഹിത വ്യവസായികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുതൽ മുടക്കില്ലാതെ കോടികൾ കൊയ്യുന്ന കൺകെട്ട് വിദ്യ ശവകുടീര വ്യാപാരമല്ലാതെ മറ്റെന്തുണ്ട്? കല്ലും മുള്ളും മരവും അജ്ഞാത ശവങ്ങളും മൺകൂനകളും ഭ്രാന്തന്മാരും കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന ഹൈടെക് ആത്മീയ വാണിഭക്കാരുമെല്ലാം ആത്മീയ ശൂന്യത ചൂഷണം ചെയ്യുന്ന കാലമാണിത്. من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും കുമ്മായമിടുന്നതും അവിടെ വിളക്ക് വയ്ക്കുന്നതുമെല്ലാം മതം വ്യക്തമായി നിരോധിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും പൗരോഹിത്യത്തിന്റെ വ്യാജ ഫത്വകളുടെ പിൻബലത്തിൽ ഈ അധർമ്മം വ്യാപകമായി അരങ്ങേറുകയും അതിന്റെ മറവിൽ മഖ്ബറ വ്യവസായം അരങ്ങ് തകർക്കുകയും ചെയ്യുന്നു. മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായി വ്യക്തികേന്ദ്രിതമായ ബിംബവത്കരണം വ്യാപകമാണ്. ഒളി അജണ്ടകൾ ഉള്ളവർക്കെല്ലാം സാംസ്കാരിക പ്രവർത്തനത്തിന്റെയോ സാമൂഹ്യ ഇടപെടലിന്റെയോ ലേബലിൽ ആൾദൈവങ്ങൾ ഉണ്ടെന്നതാണ് നേര്. കപട ആത്മീയതയുടെ വ്യാപാരികളാണ് ലോകത്തിലെ ധനാഢ്യരുടെ പട്ടികയിൽ ഒന്നാമതായി സ്ഥാനം പിടിക്കുന്നത്. ഒട്ടുമിക്ക വ്യാജ ഭക്തി കേന്ദ്രങ്ങളും സെക്കുലർ ആത്മീയതയാണ് വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ളത്. ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മൊത്തം രക്ഷ ഏറ്റെടുത്തുകൊണ്ട് ആത്മീയ വാണിഭക്കാർ നടത്തുന്ന ഇന്ദ്രജാല പ്രകടനത്തിൽ അഭ്യസ്തവിദ്യരുടെ തള്ളിക്കയറ്റം ആരെയും അത്ഭുതപ്പെടുത്തുകയാണ്. തങ്ങൾ ദൈവമായി കാണുന്നവരുടെ രോഗശാന്തിക്ക് വേണ്ടി ആരോട് പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും വ്യാജ ആരാധ്യരുടെ ഭക്തന്മാർക്ക് യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തുവാനും അവനെ മാത്രം ആരാധിക്കുവാനും കഴിയുന്നില്ല. ഇന്റർനെറ്റിലെ ആത്മീയ തട്ടിപ്പുകളിലും വഞ്ചിതരാകുന്നത് വിവരം കുറഞ്ഞവരല്ലല്ലോ. മാസ് മാർക്കറ്റിംഗ് ഗിമ്മിക്കിന്റെ വ്യാജഭക്തി പ്രവേശം സർവ്വസീമകളും ലംഘിക്കുകയാണ്. മീഡിയകളും കോർപ്പറേറ്റ് ഭീമന്മാരും കപട ആത്മീയ തമ്പുരാക്കന്മാരും ചേർന്ന കൊള്ളസംഘം നടത്തുന്ന ആക്രമണങ്ങൾ അസഹ്യമായിരിക്കുന്നു. വ്യാജഭക്തി വാണിഭത്തിനായി ഒരുക്കിയ വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ ആരെയും ആശ്ചര്യപ്പെടുത്തും. ധ്യാനകേന്ദ്രങ്ങൾ, സത്സംഗമങ്ങൾ, രോഗശാന്തി ശുശ്രൂഷകൾ, സ്വലാത്ത് മേളകൾ, ദിവ്യദർശന സദസ്സുകൾ, കരിസ്മാറ്റിക് ക്യാമ്പുകൾ, ജ്യോത്സ്യർ, മാന്ത്രിക ഏലസ്സുകൾ, ചെറുതും വലുതുമായ ശവകുടീരങ്ങൾ, നേർച്ചകൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയോടൊപ്പം കപട ആത്മീയ വ്യാപാരികളും ഉത്സാഹപൂർവ്വം മുന്നേറുകയാണ്. ഹൈടെക് തട്ടിപ്പുകൾ ദിനംപ്രതി കൂടുകയാണ്. കുബേർ കുഞ്ചി, ധനാകർഷണ യന്ത്രങ്ങൾ, ഹൈക്കലുസിഹാം, നാഗമാണിക്യം, കമ്പ്യൂട്ടർ ജാതകം, അറബി മാന്ത്രികം, രക്ഷാബന്ധങ്ങൾ, വലംപിരി ശംഖ്, ഗജമുത്ത് തുടങ്ങിയവയാണ് പുതുതലമുറയെ ആകർഷിക്കാൻ വ്യാജഭക്തി വ്യവസായികൾ കണ്ടെത്തിയ മാർഗങ്ങൾ. കോടികൾ കൊയ്യുന്ന വൻ വ്യവസായമായി ഇതെല്ലാം എന്നേ മാറിക്കഴിഞ്ഞു. ഇത്തരം ആത്മീയ ചൂഷണത്തിനെതിരെ പൊരുതാൻ ബാധ്യതയുള്ള പാർട്ടികളും വോട്ടിനു വേണ്ടി എല്ലാം നോക്കി നിൽക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളും വ്യാജഭക്തി പ്രചാരണവും മലയാളികളുടെ സ്വൈരം കെടുത്തുന്നതിനിടയിലാണ് അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഒരു വിഭാഗം കുറച്ച് മുടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ തിരുകേശമാണത്രേ ഇത്. ശുദ്ധ അസംബന്ധമെന്നല്ലാതെ എന്തു പറയാൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചെവിക്കുറ്റി വരെ മാത്രം നീണ്ടുകിടന്നുവെന്നും സ്വഹീഹായ ഹദീസുകളിൽ വ്യക്തമാണ്. എന്നിട്ടും ഈ നീണ്ട ചെമ്പൻമുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പറയാൻ സമ്പത്തിനോട് അത്രയും ആർത്തി ഉണ്ടാകണം. പരലോകബോധം നഷ്ടപ്പെടുകയും വേണം. പ്രവാചകന്റെ പിൻഗാമികൾ ആരും തിരുകേശൽ സൂക്ഷിച്ചു വയ്ക്കാൻ പള്ളി ഉണ്ടാക്കുകയോ അതിൽ ഭരമേൽപ്പിക്കുകയോ അവ ലക്ഷ്യം വെച്ച് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതിവിശുദ്ധമായ ആദർശവും സംസ്കാരവുമല്ലാതെ
മറ്റ് യാതൊരു ഭൗതിക അവശിഷ്ടങ്ങളും പ്രവാചകന്റേതാണെന്ന് ഉറപ്പിക്കാവുന്നതായി ഇന്ന് ലഭ്യമല്ലതാനും. ആദരവ് അതിര് കവിഞ്ഞ ആരാധനയിലേക്ക് എത്തുന്ന ഈ പ്രവണതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തടഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നസ്വാറാക്കൾ ഇബ്നു മറിയമിനെ അമിതമായി പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് നിങ്ങൾ പറയുക. കേശജലം വിറ്റ് കോടികൾ നേടാനുള്ള വെപ്രാളത്തിനിടയിൽ മുടിയുടെ നീളം നോക്കാൻ എവിടെ നേരം? എന്തും വിശ്വസിക്കുന്ന അനുയായികളും സ്തുതിപാഠകരും കൂടെയുള്ളപ്പോൾ എന്തിന് ഉത്കണ്ഠപ്പെടണം? വ്യക്തിയെ വിഗ്രഹവത്കരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും സഹിക്കേണ്ടി വരും. ഈ തിരുകേശനാടകത്തിന് കുറെ നാളായി അണിയറയിൽ ഒരുക്കം നടക്കുകയായിരുന്നു. മുടി സൂക്ഷിക്കാൻ കേന്ദ്രം പണിയുന്നവർ പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ മുന്നിൽ കാണുന്നു. ആരുടെയോ മുടി പറിച്ചെടുത്ത് അതിൽ വെള്ളമൊഴിച്ച് കോരിക്കൊടുത്താൽ വരുമാനത്തിന്റെ നിലയ്ക്കാത്ത ഉറവയായി അത് മാറുമെന്ന് ഹൈടെക് പുരോഹിതർ മനസ്സിലാക്കുന്നു. ദൈവത്തെ മാത്രം ആരാധിക്കാനാണ് പള്ളികൾ നിർമ്മിക്കുന്നത്. അവിടെ ശവകുടീര പൂജയോ അവശിഷ്ട പൂജയോ മതം അനുവദിക്കുന്നില്ല. അള്ളാഹു പറയുന്നത് നോക്കൂ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമുള്ള യാത്രയിൽ പ്രവാചകൻ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ നമസ്കരിക്കണമെന്ന് നിർബന്ധം കാണിച്ച പ്രവാചക അനുയായികൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ താക്കീത് ഏറെ ശ്രദ്ധേയമത്രേ. നിശ്ചയം വേദക്കാർ നശിച്ചത് തങ്ങളുടെ നബിമാരുടെ അവശിഷ്ടങ്ങൾ പിന്തുടരുകയും ആ സ്ഥലങ്ങൾ ആരാധന നടത്തുവാനുള്ള ചർച്ചുകളും മഠങ്ങളുമാക്കുകയും ചെയ്തതിനാൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച ഒരു സ്ഥലത്തെത്തുമ്പോൾ ആർക്കെങ്കിലും നമസ്കാര സമയമായാൽ അവൻ നമസ്കരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ സ്ഥലം വിട്ടുകൊള്ളട്ടെ. പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവർ അപരാധമാണ് കാണിക്കുന്നത്. പ്രവാചക കേശമെന്ന് പേരിട്ട് വല്ലവരുടെയും മുടി കുപ്പിയിലാക്കി മനുഷ്യരെ വിട്ടികളാക്കുന്നവർ മതത്തെ വികൃതമാക്കുകയാണ്. ഇതാണ് പ്രവാചക നിന്ദ. മുഹമ്മദ് നബിയോടുള്ള സ്നേഹം അവിടുത്തെ വിശുദ്ധമായ ജീവിതം പകർത്തിയാണ് പ്രകടിപ്പിക്കേണ്ടത്, ഇല്ലാത്ത മുടിയുടെ പേരിലുള്ള കോലാഹലങ്ങളിലൂടെയല്ല. പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞ് ശവകുടീര പൂജ നടത്തുന്ന ഷിയാക്കളുടെ പൈതൃകമാണ് ഈ മുടിവാണിഭക്കാർക്ക്. ഇറാനിലെ ഖുമ്മും നജഫും ഏറ്റവും വികൃതമായ ശവകുടീര പൂജ നടത്തുന്ന സ്ഥലങ്ങളാണ്. ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ട മനുഷ്യരെ വല്ല അവശിഷ്ടങ്ങളിലും ഭരമേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാതകമാണ്. ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ ആർക്കാണാവുക? ആരോ കാണുന്ന പൈശാചിക സ്വപ്നങ്ങൾക്കനുസരിച്ച് കൾട്ടുകൾ നിർമ്മിക്കുന്നത് അത്യാപത്താണ്. സാംസ്കാരിക കേരളത്തിന് ഏറെ അപമാനമാണ് കേശജല വിൽപ്പനയും പ്രദർശനവും. ദൈവം